നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്ന് ഒരു കോവിഡ് മരണം കൂടി സംഭവിച്ച ദിവസമാണ്. പൂന്തറയിൽ സ്ഥിതി ആശങ്കാജനകമായി തുടരുകയും ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ കോവിഡ് സാഹചര്യം എങ്ങനെയെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. UAE-യിൽ നേരിയ ആശ്വാസമുണ്ട്. അപ്പോഴും ചില രാജ്യങ്ങളിൽ കണക്കുകൾ പഴയപടി തുടരുകയാണ്. വിശദമായ വാർത്തകളിലേക്ക്. UAE-യിൽ ഇന്ന് 473 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഖത്തറിൽ ഇന്ന് 520-ഉം ഒമാനിൽ 1889 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ഒമാനിൽ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഉയർന്ന രോഗനിരക്കാണ് ഇന്നത്തേത്. വിവരങ്ങളുമായി ഐശ്വര്യ പ്രിൻസ് ചേരുന്നുണ്ട് ഇപ്പോൾ ദുബായിൽ നിന്ന്. ഐശ്വര്യ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഉന്മേഷ്, UAE-യിൽ ഇന്ന് 473 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി വൈറസ് ബാധിച്ചവരുടെ എണ്ണം 54,050 ആയിട്ടുണ്ട്. 2 മരണം കൂടി UAE-യിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. മരണസംഖ്യ 330 അതേസമയം 399 പേർ സുഖം പ്രാപിച്ചതായുള്ള കണക്കുകളും UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രോഗമുക്തി നേടിയവരുടെ എണ്ണം 43,969 ആയിട്ടുണ്ട്. രോഗമുക്തി നിരക്ക് 81.3% ഉയരുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 47,000 പരിശോധനകളാണ് ഈ രാജ്യത്ത് നടത്തിയത്. ആക്ടീവ് കേസുകളുടെ എണ്ണം 9,751 ആണ്. 70 ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് ആക്ടീവ് കേസുകളുടെ എണ്ണം UAE-യിൽ 10,000-ന് താഴേക്ക് എത്തുന്നത്. അതേസമയം ഖത്തറിലും COVID-19 പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണത്തിൽ ശ്രദ്ധേയമായ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. 520 പേർക്കാണ് ഇന്ന് പുതുതായി COVID-19 സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി വൈറസ് ബാധിച്ചവരുടെ എണ്ണം 1,02,630 ആയിട്ടുണ്ട്. 4 മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നതോടെ മരണസംഖ്യ 146 സുഖം പ്രാപിച്ചവരുടെ ഇന്നത്തെ എണ്ണം 961 ആണ്. 24 മണിക്കൂറിൽ 4,101 പരിശോധനകളാണ് നടത്തിയത്. ആക്ടീവ് കേസുകൾ ഖത്തറിൽ ഇപ്പോൾ നിലവിലുള്ളത് 4,251 ആണ്. GCC രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കുറവ് ആക്ടീവ് കേസുകൾ ഉള്ളത് ഖത്തറിലാണ്. അതേസമയം ഒമാനിൽ COVID-19 പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുകയാണ്. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസമാണ് ഇന്ന്. 1,889 പേർക്കാണ് ഒമാനിൽ COVID-19 പോസിറ്റീവ് ആയിരിക്കുന്നത്. ഇതോടുകൂടി വൈറസ് ബാധിച്ചവരുടെ എണ്ണം 53,614 8 മരണം കൂടി ഒമാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണസംഖ്യ 244 ആയിട്ടുണ്ട്. 1,204 പേർ കൂടി സുഖം പ്രാപിച്ചതായുള്ള കണക്കുകളും ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടുകൂടി രോഗമുക്തി നേടിയവരുടെ എണ്ണം 34,225 ആണ്. ഇന്ന് പോസിറ്റീവായ കേസുകളിൽ 1,268 പേർ ഒമാനികളും 621 പേർ വിദേശികളുമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 4,574 COVID-19 പരിശോധനകളാണ് ഒമാനിൽ നടത്തിയിരിക്കുന്നത്. മസ്കറ്റിൽ മാത്രം ഇന്ന് 892 പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉന്മേഷ്. ശരി, ഐശ്വര്യ പ്രിൻസ് ആണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സൗദി അറേബ്യയിൽ കോവിഡ് കേസുകളുടെ എണ്ണം 2.25 ലക്ഷം കവിഞ്ഞു. 51 മരണവും 3,159 കോവിഡ് കേസുകളും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. 72% ഇപ്പോൾ രോഗമുക്തി നിരക്ക്. 3,159 പുതിയ കോവിഡ് കേസുകളും 1,930 രോഗമുക്തിയും 51 മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ കോവിഡ് കേസുകളുടെ എണ്ണം 2,26,486 രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,63,026 മരണസംഖ്യ 2,151 61,309 ആക്റ്റീവ് കേസുകളാണുള്ളത്. ഇതിൽ 2,151 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 54,472 സാമ്പിളുകളാണ് 24 മണിക്കൂറിനിടെ പരിശോധിച്ചത്. പരിശോധിച്ച ആകെ സാമ്പിളുകൾ 21,79,448 റിയാദിൽ മാത്രം 22 മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. മക്കയിൽ 10, ദമാമിൽ 5, ജിദ്ദയിൽ 4, മദീനയിൽ 3, ഹുഫൂഫിൽ 2, ഖത്തീഫ്, ദഹ്റാൻ, ഖർജ്, ഹായിൽ, മജാരിദ എന്നിവിടങ്ങളിൽ ഓരോ മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പ്രധാന നഗരങ്ങളിൽ ഇന്ന് സ്ഥിരീകരിച്ച കോവിഡ് കേസുകൾ ഇങ്ങനെയാണ്: റിയാദ് 296, ഹുഫൂഫ് 249, ജിദ്ദ 209, മുബറസ് 196, ദമാം 158, തായിഫ് 139, മദീന 134, കമീഷ് മുഷൈത്ത് 131, മക്ക 108, അബഹ 94, ഹായിൽ 76, ഖത്തീഫ് 69, ബുറൈദ 65, തബൂക്ക് 59, ഖോബാർ 50, ജുബൈൽ 49, ഹഫറുൽ ബാത്തിൻ 47, യാംബു 43, ദഹ്റാൻ 42. ജലീൽ കണമകലം, 24 ജിദ്ദ. കുവൈറ്റിൽ ഇന്ന് 740 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 53,580 ഇന്നൊരാൾ കോവിഡ് ബാധിച്ച് മരിച്ചു. രാജ്യത്തിതോടെ വൈറസ് ബാധിച്ച് 49 മലയാളികളടക്കം മരിച്ചവരുടെ എണ്ണം 383 ഉയർന്നു. രോഗബാധ മൂലം ഇന്ന് ഒരു മരണമാണ് രേഖപ്പെടുത്തിയത്. അതോടൊപ്പം ഇന്ന് 740 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇവരിൽ 487 പേർ സ്വദേശികളും 253 പേർ വിദേശികളുമാണ്. ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യ മേഖല തിരിച്ചുള്ള കണക്ക് നോക്കിയാൽ
ഫർവാനിയ 125, ഹവല്ലി 115, അഹമ്മദി 248, ക്യാപിറ്റൽ സിറ്റി 87, ജഹ്റ 165 എന്നിങ്ങനെയാണ്. ഇതുവരെയായി 53,580 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 528 പേർക്ക് രോഗം ഭേദമായി. ഇതോടെ ഇതുവരെ രോഗം ഭേദമായവരുടെ ആകെ എണ്ണം 43,214 ആയി. ഇപ്പോൾ 9,983 പേരാണ് ചികിത്സയിലുള്ളതെന്നും ഇതിൽ 157 പേരാണ് തീവ്ര പരിചരണ വിഭാഗത്തിലുള്ളതെന്നും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം പ്രതിനിധി അബ്ദുള്ള അൽസനത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. 24 കുവൈറ്റ്. UAE-യിൽ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതോടെ കൂടുതൽ ആശുപത്രികൾ കോവിഡ് മുക്തമാകുന്നു. അബുദാബിയിലെ മുഴുവൻ സ്വകാര്യ ആശുപത്രികളും കോവിഡ് മുക്തമായതായി അറിയിപ്പ് ലഭിച്ചു. UAE-യിൽ കോവിഡ് വ്യാപനം കുറഞ്ഞതോടെ ആശുപത്രികളും കോവിഡ് മുക്തമാകുന്നു. ദുബായിലെയും ഷാർജയിലെയും ഫീൽഡ് ഹോസ്പിറ്റലുകളിലെ അവസാനത്തെ രോഗിയും ആശുപത്രി വിട്ടു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ പ്രവർത്തിച്ചിരുന്ന ഫീൽഡ് ഹോസ്പിറ്റൽ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഏറ്റവും അവസാനത്തെ രോഗിയും കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത്. ഒപ്പം ഷാർജ എക്സ്പോ സെന്ററിൽ പ്രവർത്തിച്ചിരുന്ന ഫീൽഡ് ഹോസ്പിറ്റലിലെ അവസാന രോഗിയും രോഗമുക്തി നേടി ആശുപത്രി വിട്ടു. അബുദാബിയിലെ സ്വകാര്യ ആശുപത്രികളെല്ലാം തന്നെ കോവിഡ് മുക്തമായതായി മീഡിയ ഓഫീസ് അറിയിച്ചു. ഇവയെല്ലാം തന്നെ സാധാരണ രീതിയിൽ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. ശ്വാസസംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന രോഗികൾ കോവിഡിനായി പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലിലോ അലൈൻ ഹോസ്പിറ്റലിലോ എത്തണമെന്നും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് ക്വാറന്റൈൻ സെന്ററുകളായി പ്രവർത്തിച്ചിരുന്ന ഹോട്ടലുകളും കോവിഡ് മുക്തമാവുകയാണ്. റാസൽ ഖൈമയിലെ ക്വാറന്റൈൻ സെന്ററുകളായി പ്രവർത്തിച്ചിരുന്ന 5 ഹോട്ടലുകളും കോവിഡ് മുക്തമായതായി അധികൃതർ അറിയിച്ചു. ഐശ്വര്യ, 24 ദുബായ്. സൗദി അറേബ്യയിലെ ബുറൈദയിൽ മരിച്ച പാലക്കാട് സ്വദേശി മുരളി കിട്ടയുടെ മൃതദേഹം 2 മാസത്തിന് ശേഷം നാട്ടിലേക്ക് അയച്ചു. തൊഴിലുടമ നിസ്സഹരിച്ചതിനെ തുടർന്നാണ് മൃതദേഹം നാട്ടിലെത്തിക്കാൻ വൈകിയതെന്ന് സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചു. ജോലിക്കിടെ വാഹനത്തിൽ നിന്ന് വീണ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയവെയാണ് ക്രെയിൻ മെക്കാനിക്കായിരുന്ന പാലക്കാട് കിനാശ്ശേരി സ്വദേശി മുരളി കിട്ടയുടെ മരണം. മെയ് 12-ന് ബുറൈദ പാസ്പോർട്ട് ഓഫീസിനടുത്തായിരുന്നു സംഭവം. ഇന്ത്യൻ എംബസി, സൗദി അധികൃതർ എന്നിവരിൽ നിന്ന് നിയമപരമായ രേഖകൾ ശരിയാക്കുന്നതിന് അൽകസീം പ്രവാസി സംഘമാണ് നേതൃത്വം നൽകിയത്. 2 മാസം നീണ്ട പ്രയത്നങ്ങൾക്കൊടുവിലാണ് മൃതദേഹം നാട്ടിലെത്തിക്കാൻ വഴിയൊരുങ്ങിയത്. റിയാദിലെത്തിച്ച മൃതദേഹം ഇന്ന് വൈകുന്നേരം 7:35-ന് എമിറേറ്റ്സ് വിമാനത്തിൽ ദുബായിലെത്തിക്കും. നാളെ വൈകുന്നേരം 4:30-ന് മൃതദേഹം കൊച്ചിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബന്ധുക്കളും കേരള പ്രവാസി സംഘം പ്രവർത്തകരും മൃതദേഹം ഏറ്റുവാങ്ങി രാത്രി വീട്ടിലെത്തിക്കും. എയർപോർട്ടിൽ നിന്ന് മൃതദേഹം വീട്ടിലെത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ നോർക്ക റൂട്ട്സ് ഏർപ്പെടുത്തും. കസീം പ്രവാസി സംഘം ജീവകാരുണ്യ വിഭാഗം കൺവീനർ നൈസാം തൂലികയുടെ നേതൃത്വത്തിലാണ് നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം അയച്ചത്. 24 റിയാദ്. കോവിഡ് ബാധിക്കുന്ന പ്രവാസികളുടെ കണക്ക് അവതരിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ സമീപനത്തിനെതിരെ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ഇനി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. സൗദിയിലെ അൽക്കോബാർ KMCCക്ക് വേണ്ടി ബദരിയ ഫരീദാണ് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. കോവിഡ് ബാധിക്കുന്ന പ്രവാസികളുടെ കണക്കുകൾ അവതരിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ സമീപനത്തിനെതിരെ നൽകിയ ഹർജിയാണ് ഇനി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുക. ജസ്റ്റിസ് അനു ശിവരാമൻ അധ്യക്ഷയായ ബെഞ്ചിൽ ഇന്ന് കേസ് പരിഗണനയ്ക്ക് വന്നെങ്കിലും ഹർജിക്കാര്യം പൊതുവിഷയമായതിനാൽ ഇത് പൊതുതാൽപര്യ ഹർജിയായി പരിഗണിക്കേണ്ടതാണെന്ന് നിരീക്ഷിച്ച കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. ഈ ഹർജിയിലെ ആവശ്യം ഒരു വിശാലമായ അർത്ഥത്തിൽ പരിഗണിക്കേണ്ട ഒരു പൊതുവിഷയമാണെന്നും ആയതിനാൽ ഈ വിഷയം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് റഫർ ചെയ്യുകയുമാണ് ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് ഇന്ന് ചെയ്തിരിക്കുന്നത്. ഈ വിഷയം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ വരുന്ന ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. സൗദി അറേബ്യയിലെ അൽഖോബാർ KMCCക്ക് വേണ്ടി ബദരിയ ഫരീദാണ് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. നാട്ടിലേക്ക് വരുന്ന എല്ലാ പ്രവാസികളുടെയും മാനസിക വിഷമം മുന്നിൽ കണ്ടുകൊണ്ടാണ് KMCC അൽഖോബാർ സെൻട്രൽ കമ്മിറ്റിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രവാസി വിഷയത്തിൽ പൊതു താൽപര്യം മുന്നിൽ കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ വിശാല ബെഞ്ചിലേക്ക് ഹർജി കൈമാറിയതിൽ ഏറെ പ്രതീക്ഷയുണ്ട്. ഓരോ ദിവസവും വിദേശത്തു നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ഇത്ര ആളുകൾക്കാണ് കോവിഡ് ബാധിച്ചിരിക്കുന്നത് എന്ന കണക്കവതരണം പ്രവാസികളെ ശത്രുക്കളായി കാണാൻ ഇടവരുത്തുന്നതിനാൽ ഇത് ഒഴിവാക്കണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. ഇത്തരം ഒരു രീതി രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലോ ലോകത്തിലെവിടെയും കാണുന്നില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അഡ്വക്കേറ്റ് ജോസ് എബ്രഹാമാണ് ഹൈക്കോടതിയിൽ ഹാജരായത്. സുബൈറുദ്ദീൻ, 24 ദമാം. ഇത്തവണത്തെ ഹജ്ജിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 10,000 ആഭ്യന്തര തീർത്ഥാടകർക്ക് മാത്രമാണ് ഇത്തവണ ഹജ്ജിന് അവസരമുള്ളത്. അതിനിടെ ഹറം പള്ളിയിലെ ഹജ്ജ് പദ്ധതിക്ക് തുടക്കമായി.
ഈ വർഷം ഹറം പള്ളിയിൽ നടപ്പിലാക്കുന്ന ഹജ്ജ് പദ്ധതിയുടെ ഉദ്ഘാടനം ഹറം കാര്യ വിഭാഗ മേധാവി ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് നിർവഹിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തീർത്ഥാടകർക്ക് സുരക്ഷിതമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള സൗകര്യം ഹറം പള്ളിയിൽ ഒരുക്കും. മറ്റു സർക്കാർ വകുപ്പുകളുമായി ചേർന്ന് നടത്തിയ വിശദമായ പഠനങ്ങൾക്ക് ശേഷമാണ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് സുദൈസ് പറഞ്ഞു. കൃത്യമായ ശാരീരിക അകലം പാലിച്ചു മാത്രമേ ഹറം പള്ളിയിൽ തീർത്ഥാടകരെ കർമ്മങ്ങൾ നിർവഹിക്കാൻ അനുവദിക്കുകയുള്ളൂ. പള്ളിയുടെ എല്ലാ നിലകളിലും തവാഫ് ചെയ്യാനുള്ള അഥവാ കഅബയെ പ്രദക്ഷിണം വെക്കാനുള്ള സൗകര്യമുണ്ടാകും. വിശുദ്ധ കഅബയും ഹജറുൽ അസ്വദും സ്പർശിക്കാൻ തീർത്ഥാടകരെ അനുവദിക്കില്ല. മതാഫിൽ തവാഫ് ചെയ്യാൻ ബാരിക്കേഡുകൾ സ്ഥാപിക്കും. പള്ളിക്കകത്തും മുറ്റത്തും ഭക്ഷണ സാധനങ്ങൾ അനുവദിക്കില്ല. സംസം ക്യാനുകൾ ഹറം പള്ളിയിൽ നിന്നും ഒഴിവാക്കും. പകരം തീർത്ഥാടകർക്ക് ഡിസ്പോസിബിൾ സംസം ബോട്ടിലുകൾ വിതരണം ചെയ്യും. ഈ മാസം 28-നോ 29-നോ ആയിരിക്കും ഇത്തവണ ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുക. സൗദിക്കകത്തുള്ള 10,000 തീർത്ഥാടകർക്ക് മാത്രമാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കാൻ അവസരമുള്ളത്. ഇതിൽ 70% വിദേശികളായിരിക്കും. വിദേശികൾക്ക് ഹജ്ജിന് അപേക്ഷിക്കാൻ ഓൺലൈൻ വഴി സൗകര്യം ചെയ്തിരുന്നു. അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. യോഗ്യരായവരുടെ പട്ടിക ഞായറാഴ്ച ഹജ്ജ് മന്ത്രാലയം പ്രസിദ്ധീകരിക്കും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. വിസ നിയമങ്ങളിൽ ഈ മാസം 11 മുതൽ UAE ഭേദഗതി പ്രഖ്യാപിച്ചു. ഈ മാസം 12 മുതൽ വിസയുമായി ബന്ധപ്പെട്ട ഫീസുകളും പിഴകളും ഈടാക്കി തുടങ്ങാൻ ഫെഡറൽ അതോറിറ്റിക്ക് മന്ത്രിസഭ അനുമതി നൽകി. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ചിരുന്ന വിസ നിയമങ്ങളിൽ UAE ഭേദഗതി പ്രഖ്യാപിച്ചു. പ്രവാസികളുടെ താമസ വിസ, എൻട്രി പെർമിറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരുന്ന മുഴുവൻ തീരുമാനങ്ങളും നാളെ ജൂലൈ 11 മുതൽ നിർത്തുകയാണ് എന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ട്വീറ്റ് ചെയ്തു. മാർച്ച് 1-ാം തീയതിയോടെ താമസ വിസയുടെ കാലാവധി തീർന്ന രാജ്യത്തിന് പുറത്തുള്ള പ്രവാസികൾക്കും UAEക്ക് പുറത്ത് 6 മാസത്തിലേറെയായി തുടരുന്നവർക്കും തിരിച്ചുവരാൻ ഒരു നിശ്ചിത സമയം പ്രഖ്യാപിക്കും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിമാന സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും തിരിച്ചുവരുന്നതിനുള്ള സമയം തീരുമാനിക്കുക. ഈ സമയം പിന്നീട് പ്രഖ്യാപിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ഫീസുകളും പിഴകളും ജൂലൈ 11 മുതൽ നിലവിൽ വരും. രാജ്യത്തിനകത്തുള്ള താമസ വിസക്കാർക്ക് രേഖകൾ പുതുക്കുവാനും ശരിയാക്കുവാനും 3 മാസത്തെ ഗ്രേസ് പീരിയഡും 6 മാസത്തിന് താഴെ രാജ്യത്തിന് പുറത്തുനിന്ന് റെസിഡന്റ് വിസക്കാർക്ക് രാജ്യത്ത് തിരിച്ചെത്തിയതിനു ശേഷം രേഖകൾ ശരിയാക്കാൻ 1 മാസവും ഗ്രേസ് പീരിയഡായി അനുവദിച്ചിട്ടുണ്ട്. ഐശ്വര്യ, 24 ദുബായ്. വന്ദേ ഭാരത് മിഷൻ വിമാന സർവീസുകളുടെ പുതിയ ഷെഡ്യൂൾ പുറത്തുവിട്ടു. സൗദിയിൽ നിന്ന് 36 വിമാനങ്ങളാണ് ഇന്ത്യയിലേക്കുള്ളത്. ഇതിൽ 24 കേരളത്തിലേക്കാണ്. വന്ദേ ഭാരത് മിഷന്റെ 36 പുതിയ സർവീസുകളാണ് സൗദിയിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത്. ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 1 വരെയുള്ള പുതിയ ഷെഡ്യൂൾ പ്രകാരം ജിദ്ദയിൽ നിന്നും ദമാമിൽ നിന്നും മാത്രമാണ് കേരളത്തിലേക്ക് സർവീസുകളുള്ളത്. കേരളത്തിന് പുറമെ ഡൽഹി, ലക്നൌ, ഗയ, ഹൈദരാബാദ്, ട്രിച്ചി, വിജയഗാഡ എന്നിവിടങ്ങളിലേക്കും സർവീസുകളുണ്ട്. കേരളത്തിലേക്ക് 24 സർവീസുകളാണുള്ളത്. ജിദ്ദയിൽ നിന്ന് 12ഉം ദമാമിൽ നിന്ന് 12ഉം. റിയാദിൽ നിന്ന് ഇത്തവണ കേരളത്തിലേക്ക് സർവീസുകൾ ഇല്ല. ജിദ്ദയിൽ നിന്ന് കണ്ണൂരിലേക്ക് ജൂലൈ 17, 20, 24 തീയതികളിലും ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേക്ക് ജൂലൈ 19, 23, 27 തീയതികളിലും ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ജൂലൈ 18, 22, 26 തീയതികളിലും ജിദ്ദയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജൂലൈ 17, 21, 25 തീയതികളിലും സർവീസുകൾ ഉണ്ടാകും. ദമാമിൽ നിന്ന് കണ്ണൂരിലേക്ക് ജൂലൈ 19, 23, 27 തീയതികളിലും ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക് ജൂലൈ 16, 20, 24 തീയതികളിലും ദമാമിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ജൂലൈ 17, 21, 25 തീയതികളിലും ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജൂലൈ 18, 22, 26 തീയതികളിലുമാണ് സർവീസ്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. റിയാദ് കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ സാമൂഹ്യകലം പാലിക്കുന്നത് നിരീക്ഷിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഏർപ്പെടുത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് സംവിധാനം. റിയാദ് എയർപോർട്ട്സ് കമ്പനിയാണ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സാമൂഹിക അകലം നിരീക്ഷിക്കുന്നതിന് ഇന്ററാക്റ്റീവ് അനാലിസിസ് സംവിധാനം ഏർപ്പെടുത്തിയത്. പശ്ചിമേഷ്യയിലെ വിമാനത്താവളങ്ങളിൽ ഇത്തരം സംവിധാനം ആദ്യമായാണ് നടപ്പിലാക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയറും മെഷീൻ ലേണിംഗ് ടെക്നോളജിയും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് എയർപോർട്ട് കമ്പനി അറിയിച്ചു. വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ മുഴുവൻ ആളുകളും സാമൂഹിക അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് ഇന്ററാക്റ്റീവ് അനാലിസിസിന് കഴിയും. നിലവിൽ 5-ാം നമ്പർ ടെർമിനലിലാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. വിമാനത്താവളത്തിൽ തിരക്ക് വർദ്ധിക്കുകയോ സാമൂഹിക അകലം പാലിക്കാതെ യാത്രക്കാർ നീങ്ങുകയോ ചെയ്താൽ വിമാനത്താവളത്തിലെ ജീവനക്കാർക്ക് സോഫ്റ്റ്വെയർ വഴി ജാഗ്രതാ സന്ദേശം ലഭിക്കും. ഇത്തരത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നസ്രുദ്ദീൻ BJ, 24 റിയാദ്.
എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന്റെ പ്രവർത്തനം താൽക്കാലികമായി അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിലേക്ക് മാറ്റി. ISSC ഹാളിലാണ് എയർലൈൻ ഓഫീസ് പ്രവർത്തിക്കുക. വന്ദേ ഭാരത് മിഷൻ ടിക്കറ്റ് എടുക്കാനായി ഖാലിദിയയിലെ എയർ ഇന്ത്യ ഓഫീസിൽ അകലം പാലിക്കാതെ വൻ ജനക്കൂട്ടം എത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസ് എത്തി അടപ്പിച്ചിരുന്നു. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ എയർലൈൻ ഓഫീസ് ISSCയിൽ പ്രവർത്തിക്കും. ജനങ്ങൾക്കിരിക്കാനായി സാമൂഹ്യ അകലം പാലിച്ച് കസേരയും സജ്ജമാക്കി. സ്കൂൾ ബസ്സുകളിൽ കുട്ടികൾ ഉറങ്ങിപ്പോകുന്നതിനെ തുടർന്നുണ്ടാകുന്ന അത്യാഹിതങ്ങൾ തടയാൻ കണ്ടുപിടുത്തവുമായി ദുബായിലെ മലയാളി സ്കൂൾ വിദ്യാർത്ഥി. തൃശൂർ മാള സ്വദേശിയായ 8ാം ക്ലാസ് വിദ്യാർത്ഥി സബീൽ ബഷീറിന്റെ ഉപകരണം UAE അധികാരികളുടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. സ്കൂൾ ബസ്സുകളിലിരുന്ന് ഉറങ്ങിപ്പോകുന്ന കുരുന്നുകളെ കാണാതെ വാഹനങ്ങൾ ഓഫാക്കി പോവുകയും ഇതുമൂലം വലിയ അത്യാഹിതങ്ങൾ സംഭവിക്കുകയും ചെയ്ത വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതാണ് സബീൽ എന്ന ഈ കൊച്ചുമിടുക്കന്റെ മനസ്സിൽ ഇത്തരമൊരു പുതിയ ആശയം ജനിക്കാൻ കാരണമായത്. മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഇത്തരം സംഭവങ്ങളിൽ എന്തു ചെയ്യാൻ സാധിക്കുമെന്നാണ് സബീൽ ആദ്യം ആലോചിച്ചത്. ഇഷ്ടവിഷയമായ ഇലക്ട്രോണിക്സിൽ തന്നെ ഇതിനുള്ള പോംവഴി കാണണമെന്ന് സബീൽ ഉറപ്പിക്കുകയായിരുന്നു. പിന്നീട് മനസ്സിലുള്ള ആശയം തന്റെ ക്ലാസ് പ്രൊജക്ടിന്റെ ഭാഗമായി അവതരിപ്പിക്കാൻ സബീൽ തീരുമാനിച്ചു. സബീലിന്റെ മനസ്സിലുള്ള പ്രൊജക്ടിന് പൂർണ്ണ പിന്തുണയുമായി അധ്യാപകരും മാതാപിതാക്കളും എത്തിയതോടെ ആശയം അതിന്റെ പൂർണ്ണതയിലെത്തുകയായിരുന്നു. ബസ്സിനുള്ളിൽ ആരെങ്കിലും പെട്ടുപോയാൽ സെൻസറുകൾ മനസ്സിലാക്കുകയും ഉടൻ തന്നെ വാതിലുകൾ തുറക്കുകയും ബസ്സിനുള്ളിലെ AC-യും ലൈറ്റും പ്രവർത്തനം ആരംഭിക്കുകയും ഒപ്പം ഹോൺ മുഴങ്ങുകയും ചെയ്യുന്ന രീതിയിലാണ് സബീൽ കണ്ടുപിടിച്ച ഉപകരണം പ്രവർത്തിക്കുക. തന്റെ കണ്ടുപിടുത്തത്തെ സബീൽ വിശദമാക്കുന്നത് ഇങ്ങനെയാണ്. കുട്ടി ബസ്സിൻ്റെ അകത്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ ബിലോ 10 years കിടന്നുറങ്ങി ഡ്രൈവർമാർ അറ്റൻപ്പെടാറില്ല. അപ്പോൾ ഈ മൾട്ടി ഫങ്ഷണൽ സെൻസേഴ്സ് ഉണ്ട്. അത് സെൻസ് ചെയ്യുമ്പോൾ മൂവ്മെൻറ്റ്സ്, ഹാർട്ട് ബീറ്റ്, ബ്രീത്ത്, മോഷൻ സെൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ ഓർക്കും, എന്നിട്ട് എയർ സർക്കുലേഷൻ കൊടുക്കും. എന്നിട്ട് അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടി ലൈറ്റ് ഓണാവും, ഹോൺ അടിക്കും, ബീപ്പ് അടിക്കും. എന്നിട്ട് SMS വിടും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആംബുലൻസ് സർവീസ്, സ്കൂൾ മാനേജ്മെൻറ്റ് ഗ്രൂപ്പ്. പിന്നീട് സബീലിന്റെ സ്കൂൾ അധികൃതരിൽ നിന്ന് പ്രൊജക്ടിനെ കുറിച്ചറിഞ്ഞ അൽറഫ പോലീസ് സ്റ്റേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജമാ ഖൽഫാൻ സബീലിനെയും പിതാവ് ബഷീർ മൊയ്തീനെയും വിളിച്ചുവരുത്തി കണ്ടുപിടുത്തത്തിന് പ്രോത്സാഹനങ്ങൾ നൽകുകയായിരുന്നു. കൂടാതെ എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് CEOയുടെ മുന്നിൽ പ്രോട്ടോടൈപ്പും വർക്കിംഗ് ലോജിക്കും അവതരിപ്പിക്കാനും സബീലിന് അവസരം ലഭിച്ചു. ഈ പുതിയ ഉപകരണത്തിന് സബീൽസ് എന്ന് നാമകരണം ചെയ്തുമാണ് അധികൃതർ ഈ കുഞ്ഞു ശാസ്ത്രജ്ഞനെ യാത്രയാക്കിയത്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പേറ്റന്റിനായി സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സബീൽസ്. അരുൺ പാറട്ട്, 24 ദുബായ്. സൗദിയിലെ അബഹയിൽ നിന്നുള്ള ആദ്യ ചാർട്ടേഡ് വിമാനം കൊച്ചിയിലേക്ക് സർവീസ് നടത്തി. 3 ചാർട്ടേഡ് സർവീസുകളാണ് അബഹയിൽ നിന്നും നടത്തുന്നത്. സൗദിയുടെ ദക്ഷിണ മേഖലയിലെ അബഹയിൽ നിന്നും ആദ്യമായാണ് ഒരു ചാർട്ടേഡ് വിമാനം കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത്. YCC ദക്ഷിണ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിലേക്ക് സർവീസ് നടത്തിയ സൗദി എയർലൈൻസ് വിമാനത്തിൽ 230 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഗർഭിണികൾ, രോഗികൾ, പ്രായം ചെന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, കുട്ടികൾ തുടങ്ങി പ്രയാസം അനുഭവിക്കുന്നവരായിരുന്നു യാത്രക്കാരിൽ കൂടുതലും. ജിദ്ദ, റിയാദ്, ദമാം, മദീന തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിന്നാണ് ഇതുവരെ കേരളത്തിലേക്ക് വിമാന സർവീസുകൾ ഉണ്ടായിരുന്നത്. ഈ നഗരങ്ങളിൽ നിന്നും 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള അബഹയിൽ നിന്നും വിമാന സർവീസ് ഒരുക്കിയത് ഈ ഭാഗത്തുള്ള 100 കണക്കിന് പ്രവാസികൾക്ക് അനുഗ്രഹമായി. YCC ദക്ഷിണ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ അഷ്റഫ് കുറ്റിച്ചലിന്റെ ദിവസങ്ങളായ പ്രയത്നത്തിന്റെ ഫലം ഇന്ന് തൂവണിഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശത്തെ പ്രവാസി സമൂഹം ഒന്നടങ്കം ആഹ്ലാദവും സന്തോഷവും നിറഞ്ഞ ഒരു മുഹൂർത്തമാണ്. ശ്രീ CCW മെമ്പർ പ്രിയപ്പെട്ട ബിജുവും ഇതിന്റെ പിന്നിൽ ദിവസങ്ങളായി പ്രവർത്തിച്ചു. ആറ്റിങ്ങൽ കോവിഡ് കെയറുമായി സഹകരിച്ചാണ് YCC ദക്ഷിണ മേഖലാ കമ്മിറ്റി അബഹയിൽ നിന്നും ചാർട്ടേഡ് വിമാനങ്ങൾ ഒരുക്കുന്നത്. ഈ മാസം 13, 17 തീയതികളിലും അബഹയിൽ നിന്നും സൗദി എയർലൈൻസ് കൊച്ചിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ജലീൽ കണമകരം, 24 ജിദ്ദ. കുവൈറ്റിൽ നിന്നും 328 യാത്രക്കാരുമായി കലാ കുവൈറ്റിന്റെ 5ാമത് ചാർട്ടേഡ് വിമാനം കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചു. ചാർട്ടേഡ് വിമാന സർവീസിനായുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിച്ച കുവൈറ്റ് എയർവേസ് അധികൃതർ, ഇന്ത്യൻ എംബസി ഉൾപ്പെടെയുള്ളവർക്ക് കലാ കുവൈറ്റ് നന്ദി അറിയിച്ചു. പ്രവാസി സമൂഹത്തിന് ഗുണകരമാകുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇനിയും തുടരുമെന്നും പ്രസിഡന്റ് ജ്യോതിഷ് ചെറിയാൻ, ജനറൽ സെക്രട്ടറി CK നൌഷാദ് എന്നിവർ പറഞ്ഞു. സൗദിയിലെ അൽജൂഫ് KMCCയുടെ ആഭിമുഖ്യത്തിൽ 200ഓളം പേർ നാട്ടിലേക്ക് മടങ്ങി. ഗർഭിണികളും രോഗികളും തൊഴിൽ നഷ്ടപ്പെട്ടവരുമാണ് ഇതിൽ കൂടുതലും. യാത്രക്കാരെ ജിദ്ദ, റിയാദ്, ദമാം, മദീന വിമാനത്താവളങ്ങൾ വഴി ചെറിയ സംഘങ്ങളായി നാട്ടിലെത്തിച്ചു. അവശേഷിക്കുന്നവരെ കൂടി ഉടൻ നാട്ടിലെത്തിക്കുമെന്ന് അൽജൂഫ് KMCC ഭാരവാഹികൾ അറിയിച്ചു.
പ്രാദേശിക ഉൽപ്പന്നങ്ങളെയും കൃഷിക്കാരെയും പിന്തുണയ്ക്കുന്നതിനായി UAEയിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും എമിറേറ്റ്സ് ഫെസ്റ്റ് ആരംഭിച്ചു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. GCC തലത്തിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ഒരു വലിയ ഉപഭോക്തൃ അടിത്തറയിലേക്ക് വിപണനം ചെയ്യാൻ സഹായകരമാകുമെന്ന് അബുദാബി എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മുഹമ്മദ് അലി ഷോർഫ പറഞ്ഞു. UAEയുടെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നതിനും രാജ്യത്തെ കാർഷിക മേഖലയെ വികസിപ്പിക്കുന്നതിനും ലുലു ഗ്രൂപ്പിന്റെ പരിശ്രമത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു. നമസ്കാരം.